അടാ ആ മരുന്ന് കിട്ടിയിട്ടാ. അതോ എടാ, നീ അയാളെ കണ്ട? ഞാൻ ഇടയ്ക്ക് അയാളെ ശ്രദ്ധിക്കാറുണ്ട്. അയാൾ ഈ കടത്തണ്ണയിലൊക്കെ കിടക്കും. പക്ഷെ കണ്ടിട്ടേ തെരുവിൽ കിടക്കുന്ന ഒരാളെ പോലെ ഇല്ലല്ലേ? നിനക്ക് എന്താ വല്ല പാമ്പ് ടീമായിരിക്കും. നീ പറഞ്ഞ ശരിയാട്ടാ, കണ്ടിട്ട് നല്ല കുടുംബത്തിലെന്നാ തോന്നുന്നത്. ഞാനൊന്ന് നോക്കിയിട്ട് വരാം. നീ ഇവിടെ ഇരിക്കും. ചേട്ടാ, ചേട്ടനെ ഞാൻ എപ്പോഴും ഇവിടെ കാണാറുണ്ട്. ചേട്ടൻ എപ്പോഴും ഇവിടെ തന്നെയാണോ കിടപ്പ്? ചേട്ടൻ്റെ പേരെന്താ? പേര് രാഘവൻ. ചേട്ടൻ നാട് എവിടെയാ? നാട് പനങ്ങാട്. വീടില്ലേ ഏട്ടന്? വീടുണ്ടായിരുന്നു, ആ ഭാര്യയുടെ പേരിൽ എഴുതി. അവൾക്ക് മെഡിക്കൽ കോളേജിലാണ് ജോലി. ചേട്ടൻ പിന്നെ എന്തിനാ ഈ കടത്തണ്ണയിൽ കിടക്കുന്നത്? കുടുംബമില്ലേ ചേട്ടാ? കുടുംബത്തിലാകെ പ്രശ്നങ്ങളാണ്. മകനുണ്ട്. മകൻ കല്ലൂരിൽ ഫ്ലാറ്റിലാണ് താമസം. അതെ ചേട്ടാ, എനിക്കൊരു ചാനലുണ്ട്. എനിക്ക് ചേട്ടനൊരു ഇൻ്റർവ്യൂ തരാമോ? ചിലപ്പോൾ അത് ചേട്ടനെയോ അല്ലെങ്കിൽ ഇതുപോലെ കിടക്കുന്ന മറ്റുള്ളവർക്കോ ഒരു ഉപകാരമായിരിക്കും. അതുകൊണ്ടാണ്. എന്തിനാ ഇതൊക്കെ മറ്റുള്ളവരെ അറിയിക്കുന്നത്? വേണ്ട. ഈ കടത്തണ്ണകളിൽ കിടന്നുറങ്ങുന്ന ഭൂരിഭാഗം പേരുടെ അവസ്ഥ ഇതൊക്കെ തന്നെ. ശരിയേട്ടാ. അതോ അയാൾ അടിച്ചിട്ടൊന്നുമല്ലടാ, എനിക്ക് തോന്നിയതാ. ഒരു കാലത്തെ ഒരു കുടുംബത്തിന് താങ്ങും തണലും ഒക്കെ ആയിരുന്നു അയാൾ. ഇപ്പം ആർക്കും വേണ്ടാത്ത ഒരാളായി. സർക്കാർ പറയുന്നു മാലിന്യം തെരുവിൽ കളയരുത്, പിഴ കൊടുക്കേണ്ടി വരും. വീട്ടിൽ സംസ്കരിച്ച 5% ബിൽഡിംഗ് ടാക്സ് കുറയ്ക്കാം. എടാ, അയാളെ ഒരു മാലിന്യമായിട്ടെങ്കിലും കൺസിഡർ ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായേനെ. പിഴ കൊടുക്കിയിട്ട് അയാളെ വീട്ടുകാർ അയാളെ കുടുംബത്തെ കൊണ്ടുപോയേനെ. പാവം.